സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ തിരുവുദ്ധാനം അനുസ്മരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഏറ്റവും വലിയ പ്രാർത്ഥന, നിന്റെ തിരുവുദ്ധാനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. എത്ര ജന്മങ്ങൾ ഇവിടെ കടന്നു പോയാലും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും നിന്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. ഈശോയെ, നിന്റെ തിരുവുദ്ധാനത്തിൻ്റെ അന്തരാത്മാവിനെ അനുഭവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനിയും നിന്റെ നാമം എത്തിച്ചേരാത്ത ഇടങ്ങളുണ്ട് ലോകത്ത്. നിന്റെ നാമത്തെയും നിന്റെ വചനത്തെയും അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട് ലോകത്ത്. കർത്താവേ, അവരെല്ലാം കാലത്തിൻ്റെ അവസാനം മുമ്പ് നിന്നെ സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, തിരുവുദ്ധാനത്തിൻ്റെ ശക്തിയാൽ ലോകത്തെ ജയിക്കാൻ കഴിയും. പക്ഷെ വൈരാഗ്യം, വിദ്വേഷം, ചതി, പരസ്പരമുള്ള ജയപരാജയങ്ങൾ, ലോകത്തിൻ്റെ ശക്തിക്ക് അടിപ്പെട്ടു പോയ അവസ്ഥകൾ മൂലം അകന്നുപോയ ഭാര്യാഭർത്താക്കന്മാർ, ഇങ്ങനെ പല തിന്മകൾ കിടക്കുന്ന ഒരു കർത്താവേ, നിന്റെ തിരുവുദ്ധാനത്തിൻ്റെ ശക്തി ആസ്വദിക്കാനും ആവഹിക്കാനും പങ്കാളികളാകുവാനും എല്ലാം ക്ഷമിക്കാൻ കുടുംബത്തെ ഐക്യപ്പെടാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അകന്നു നിൽക്കുന്ന മാതാപിതാക്കന്മാർ ഐക്യപ്പെട്ട് ജീവിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, തിരുവുദ്ധാന സന്തോഷം എല്ലായിടത്തും ഉണ്ടെങ്കിലും ചില വീടുകളിൽ സന്തോഷമില്ല. സാമ്പത്തിക തകർച്ചയുണ്ട്, കേസകപ്പെട്ടിരിക്കുന്നവരുണ്ട്, പരീക്ഷാ ഭീതികളുള്ളവരുണ്ട്, പലതരത്തിലെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകുന്ന ആശങ്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള വേവരാതികളും വേദനകളെ കർത്താവ് നിന്നോട് കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്റെ തിരുവുദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ അവരെയും പങ്കാളിയാക്കണമെന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുക. അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഇത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഞാൻ എപ്പോഴും 24 മണിക്കൂർ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന്. അത് ഇന്ന് എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നതിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് നിമ്മി. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. ഞാൻ 2023 സെപ്റ്റംബറിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് ഒരു അവിചാരിതമായിട്ടാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയാലോ എന്ന്. അപ്പം എനിക്ക് കൃപാസനം എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ 4 ഹിന്ദു മതത്തിൽപ്പെട്ട 4 ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടെ സംസാരിച്ച് നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിചാരിതമായി 4 പേരും ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ആദ്യമായി ഉണ്ടായ ഒരു ദൈവിക അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഇവിടെയുള്ള ഫ്രണ്ടിലുള്ള ഈ കസേരയിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ആരോ വന്ന് യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഞങ്ങളുടെ മതത്തിൽപ്പെട്ട പ്രാർത്ഥനകളല്ലാതെ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയും ഞാൻ കേട്ടിട്ടില്ല. ഈശോയെ ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോകളിൽ, അല്ലാതെ ഈശോയോ മാതാവിനെയോ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ചേച്ചീനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്കാകെ തല കറങ്ങുന്നത് പോലെ, ചെവിയിൽ വന്ന് ആരോ ഇങ്ങനെ ഉറക്കെ പറയുകയാണ്, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ ചേച്ചി പറഞ്ഞു, അത് ദൈവമായിരിക്കും നിന്നോട് സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ പെട്ടെന്ന് ജോസഫ് അച്ഛൻ അൾത്താരയിലേക്ക് വന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ജോസഫ് അച്ഛനെ കാണുന്നത്. ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ആരംഭിക്കുന്ന സമയമായിരുന്നു അത്.
അച്ഛൻ വന്ന് അൾത്താരയിൽ വന്ന് ഫസ്റ്റ് പറഞ്ഞ ഒരു വാചകം യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന എന്നായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു, ഇതാണ് എന്നോട് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായിരുന്നു എനിക്ക് കൃപാസനത്തിൽ വന്ന് കിട്ടിയ ആദ്യമായിട്ടുള്ള ദൈവാനുഭവം. ഇനി രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഞാൻ 8 മാസങ്ങൾക്ക് മുമ്പ് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് എൻ്റെ തൊണ്ടയുടെ ഇടതുഭാഗത്ത് വലിയൊരു തടിപ്പ് കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ടു. ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അത് സാരമാക്കണ്ടാന്ന്. ഞാനിവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാ ദിവസവും ഉപയോഗിച്ച് അവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ കുറച്ച് ദൂരെ കോഴിക്കോട് നിന്ന് വരുന്നതായതുകൊണ്ട് തലേ ദിവസം തന്നെ പുറപ്പെടുമായിരുന്നു. ഞാൻ ബസ്സിൽ കയറിയ ഉടനെ ഈ തടിപ്പ് ക്രമാതീതമായി വലിപ്പം വർദ്ധിച്ചു. അപ്പം ഞാൻ കൂടെയുള്ള എല്ലാവരെയും കാണിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, മാതാവില്ലേ, നീ പേടിക്കണ്ട എന്ന്. ഞാൻ വളരെ ടെൻഷനോട് കൂടി ഇവിടെ വന്നു. അപ്പോൾ ഞാനിവിടെ പ്രദക്ഷിണത്തിന് വെക്കാൻ വരുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പേടിയാവുന്നു, എന്തെങ്കിലും സംഭവിക്കുമോ, നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതുണ്ടെങ്കിൽ എനിക്ക് അമ്മ മാതാവിനെ എനിക്ക് പിടിക്കാൻ കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ മുമ്പുള്ള പ്രദക്ഷിണങ്ങളിലൊക്കെ എനിക്ക് മെഴുകുതിരി സ്റ്റാൻഡ്, തിരികൾ എല്ലാം പിടിക്കാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മാതാവിനെ കിട്ടിയില്ല. അപ്പോൾ ഒരു ചേച്ചി എൻ്റെ നേരേക്ക് ടോക്കൺ നീട്ടി. ഞാൻ ടോക്കൺ നോക്കുമ്പോൾ അമ്മ മാതാവ്. ഞാൻ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മാതാവേ നീ എന്നെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി അച്ഛനെ കാണാൻ ഒരു അവസരം കിട്ടി. ഞാൻ അൾത്താരയിലെത്തി ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് പേടിയാകുന്നു, എൻ്റെ തൊണ്ടയിലൊരു തടിപ്പ്. അപ്പോൾ അച്ഛൻ എന്നെ നോക്കി എൻ്റെ തലയിൽ തലോടിയിട്ട് അച്ഛൻ സൈത്തെടുത്തു ആ തടിപ്പിലേക്ക് തലോടി. ആ തടിപ്പിലേക്ക് തലോടിയ ഉടനെ അച്ഛനൊരു വെപ്രാളമായി. അച്ഛൻ നേരെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി എന്തോ സ്വകാര്യം പറഞ്ഞത് എന്താണെന്ന് അറിയില്ല. പെട്ടെന്ന് പിന്നെയും തിരിച്ചോടി പിന്നെയും എൻ്റെ തടിപ്പിൽ തൊട്ടു. അത് കഴിഞ്ഞ് അച്ഛൻ പിന്നെയും പെട്ടെന്ന് ഈശോയുടെ അടുത്തേക്ക് ഓടി. ഈശോയുടെ എന്തോ പറഞ്ഞ് കുറച്ച് സമയം എനിക്ക് വേണ്ടി മാത്രം ജോസഫ് അച്ഛൻ ചെലവഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അൾത്താരയിൽ ഈ ഇരിക്കുന്ന സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും നോക്കുമ്പോൾ ആ തടിപ്പ് 4-1 ചുരുങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്തു കാര്യത്തിനും എന്നോട് മാതാവും ഈശോയും ഒക്കെ എനിക്ക് മനസ്സിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ഡോക്ടറെ നീ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോഴിക്കോട് ടൗണിലാണ്. അവിടെ പ്രസിദ്ധമായ കുറേ ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പ്രസിദ്ധമായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ പേരാണ് എന്നോട് പറഞ്ഞത്, നീ ആ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ഡോക്ടറെ അടുത്തെത്തി. ആ ഡോക്ടർ എന്നോട് നിസ്സാരമായി പറഞ്ഞു, ഓ ഇത് പേടിക്കണ്ട, ഇതൊരു ഇൻഫെക്ഷനാണ്, ഇൻഫെക്ഷനാണ്, അത് ഒരാഴ്ചത്തെ ഗുളിക കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഞാൻ അപ്പോൾ തന്നെ ആ ഗുളികയും വാങ്ങി തിരിച്ചു പോയി. ഒരു ദിവസം 3 വെച്ചിട്ട് ഒരാഴ്ച ഗുളിക കഴിച്ചു. തടിപ്പ് അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ അത് അവിടുന്ന് നോക്കിയില്ല. ഞാൻ വഴിയിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിൽ ഡോക്ടർ എഴുതി തന്നത് അൾട്രാസൗണ്ടിൻ്റെ FNAC ടെസ്റ്റ് ആയിരുന്നു. FNAC എന്ന് പറഞ്ഞാൽ ക്യാൻസർ നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് ഞാൻ വീട്ടിലെത്തി. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ നിന്നെ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്ന എന്നെ നീ ചതിച്ചോ? ഞാൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്താണെന്ന് വെച്ചാൽ, യോനായെ മത്സ്യം വിഴുങ്ങിയപ്പോഴും യോന മത്സ്യത്തിൻ്റെ വായിൽ നിന്നും ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചു. അപ്പോൾ മത്സ്യം അവനെ കരയിൽ ഛർദ്ദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ളത് ഒരു ഉറപ്പ് എനിക്ക് കിട്ടി. പിന്നെയും കടമ്പകൾ ബാക്കി. പിന്നെ ഞാൻ ഈ ടെസ്റ്റിന് വേണ്ടി ഞാൻ പോകുമ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളുമായിരുന്നു എനിക്ക് ഏക ആശ്വാസം. ആ ദിവസങ്ങളിൽ ഒരു ചേച്ചിയുടെ സാക്ഷ്യം ഞാൻ കേട്ടു. ആ ചേച്ചി വളരെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ആ ചേച്ചിയുടെ തൊണ്ടയിലൊരു തടിപ്പ്. അപ്പോൾ അവരുടെ സൗണ്ട് പോയപ്പോൾ ചേച്ചി മാതാവിനോട് പറഞ്ഞു, എൻ്റെ സൗണ്ട് നീ പോക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണ്ടെങ്കിൽ നീ എൻ്റെ സൗണ്ട് എടുത്തു. അത് കഴിഞ്ഞ് ഇവിടുത്തെ വിശുദ്ധ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് ചേച്ചിക്ക് സൗണ്ട് കിട്ടി. അങ്ങനെ ഓരോ കാര്യത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ലേബിലെത്തുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 2 ഡോക്ടർമാരാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അൾട്രാസൗണ്ട് സ്കാനിങ്ങും FNACയും 2 ഡോക്ടർമാർ വേണം എനിക്ക് ചെയ്യാൻ. അതിലേതെങ്കിലും ഒരു ഡോക്ടർ ബ്ലൂ കളർ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് മനുഷ്യ സഹജമായ ഒരു സംശയം കൂടി വന്നു. കാരണം എന്താ വെച്ചാൽ, ജോസഫ് അച്ഛൻ തൊട്ടിട്ടും മാതാവിനെ ഞാൻ കയ്യിലേന്തിയിട്ടും തടിപ്പ് മാറിയില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ ലാബിൻ്റെ പുറത്തിരുന്ന് ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ ജോസഫ് അച്ഛൻ പറയുകയാണ്, എനിക്ക് കിഡ്നി
രോഗമുണ്ട്. പക്ഷേ ഞാനത് നേരത്തെ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും സുഖമായി നടക്കുന്നുണ്ട്. ദൈവം തന്ന സംവിധാനം മനുഷ്യർ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ എനിക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞതാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു. അത് കഴിഞ്ഞു ഞാൻ ടെസ്റ്റിന് വേണ്ടി അകത്ത് കയറിയപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ ബ്ലൂ ഷർട്ടായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവം എന്നിൽ ഇടപെട്ടു എന്ന് മനസ്സിലായി. ഞാൻ സ്കാനിങ് കഴിഞ്ഞു, FNACയും ചെയ്ത് പുറത്തെത്തി. ഞാൻ അൾട്രാസൗണ്ടിൻ്റെ റിപ്പോർട്ട് ഡോക്ടർക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, FNACയുടെ റിസൾട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനു വേണ്ടി പിറ്റേ ദിവസം ഞാൻ മാതാവിനോട് കരഞ്ഞു. ഉടമ്പടി ധ്യാനം കൂടുതൽ കൂടി, സാക്ഷ്യം കൂടുതൽ കേട്ടു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം FNAC റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് നെഗറ്റീവാക്കി എൻ്റെ അമ്മ മാതാവും ഈശോയും എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയാക്കി. മാതാവേ, രണ്ടാമതായിട്ട് എൻ്റെ മകളാണിത്, ശിവലക്ഷ്മി. അവൾക്ക് ഉറങ്ങുമ്പോൾ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 8 വയസ്സ് വരെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾക്ക് എവിടെയും പോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ പല ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് നിങ്ങൾ വൈകുന്നേരത്തിന് ശേഷം വെള്ളം കൊടുക്കരുത് എന്ന് പറഞ്ഞത്. എനിക്ക് മരുന്ന് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാനത് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 2024 ജവമാല റാലിയിൽ ഞാനത് പ്രാർത്ഥിച്ച് അതിന് ശേഷം ഇന്ന് വരെ അവൾക്ക് അങ്ങനെയൊരു അസുഖമുണ്ടായിട്ടില്ല. അതുപോലെ അവളുടെ കാലിന് പിറകുവശം ഒരു ചൊറി പോലെ ഉണ്ടായിരുന്നു. പല ഡോക്ടർമാരെയും ഞാൻ കാണിച്ചു. ഡോക്ടർമാർ മരുന്ന് കൊടുക്കും, അത് കഴിഞ്ഞ് പിന്നെയും വരും. അപ്പോൾ ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഒരു രോഗവും മാതാവ് അവൾക്ക് എടുത്തു മാറ്റി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഡെയിലി ബ്രെഡിൽ കിട്ടിയ ഒരു വലിയൊരു സംരക്ഷണമാണ്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ദിവസവും കൂടുന്ന ആളായിരുന്നു. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ആരോ മനസ്സിൽ പറയുന്നു, നീ നിൻ്റെ മകൾക്കും നിൻ്റെ ഭർത്താവിനും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ സ്വതവേ എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഞാൻ അത് പ്രാർത്ഥിച്ച് അവർ അപ്പോൾ ടൗണിലേക്ക് ഒന്ന് വണ്ടി സ്വതവേ പോകുന്നത് പോലെ ടൗണിലേക്ക് വണ്ടി എടുത്ത് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നത് ഓട്ടോറിക്ഷയിലായിരുന്നു വന്നത്. ഒരു ബസ് വന്ന് ഇവരുടെ സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടറിൻ്റെ ഫ്രണ്ട് മൊത്തം പോയി. പക്ഷേ ഇവർ റോഡിലേക്കും വീണില്ല. ഒരു തുള്ളി ചോര പോലും അവർക്ക് വന്നില്ല. വണ്ടി 1.5 മാസം വർക്ക്ഷോപ്പിലിടേണ്ടി വന്നു. ഇത്രയും വല്ല സംരക്ഷണം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ എനിക്ക് ഉടമ്പടി എടുത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ശ്വാസമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ആസ്മയുടെ തുടക്കമാണ്, നല്ല ശക്തിയുള്ള ഗുളികകൾ എടുക്കണം, ആൻറ്റിബയോട്ടിക് കുടിക്കണം, ഇൻഹേലർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിലെത്തി, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം. അപ്പോൾ എന്നോട് മാതാവ് പറഞ്ഞു, നീയല്ലേ എനിക്ക് വേണ്ടി എൻ്റെ ഉടമ്പടി എടുത്ത ആളല്ലേ, നീ എന്തിന് ഇതൊക്കെ ഗുളിക കുടിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് ഞാനത് ആ ഗുളികയും ഇൻഹേലറൊക്കെ വലിച്ചെറിഞ്ഞു. അമ്മയുടെ വിശുദ്ധ ഉപ്പും അമ്മയുടെ തൈലവും ഒക്കെ ഉപയോഗിച്ചു. അതോടുകൂടി ഇന്ന് വരെ ആ ഒരു രോഗം എനിക്ക് വന്നിട്ടില്ല. മാതാവിന് നന്ദി. അതുപോലെ ഞാൻ ഒരു ദിവസം ഞാൻ ടൗണിലേക്ക് പോവുകയായിരുന്നു. ഞാനിവിടെ വന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾ 4 പേര് ഉടമ്പടി എടുത്ത 4 പേരും ഞാനും കൂടെ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വതവേ ഷൂ ധരിക്കാറില്ലായിരുന്നു. സ്വതവേ കുറച്ച് അടുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ സാധാരണ ചെരുപ്പായിരുന്നു ധരിക്കാറ്. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് ആരോ പറയാം, നീ ഷൂ ഇട്ടിട്ട് ഇറങ്ങണം. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഷൂ ഇട്ടിട്ടാണ് അന്ന് പോയത്. ഞങ്ങൾ വണ്ടിയിൽ കയറി എത്തേണ്ട സ്ഥലമെത്തി ഞാൻ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിനോട് വണ്ടി മുമ്പോട്ടെടുത്തു. എൻ്റെ കാലിൻ്റെ മുകളിലേക്കാണ് ടയർ കയറിയത്. മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ കാല് പൊട്ടും, പിറകോട്ട് എടുത്തു കഴിഞ്ഞാൽ കാല് പൊട്ടും. പെട്ടെന്ന് തന്നെ ഞങ്ങൾ 4 പേരും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്ന് കാലിൻ്റെ ടയർ പൊക്കി എൻ്റെ കാല് വലിച്ച് പുറത്തേക്കെടുത്തു. ഒരു പൊട്ടോ ചതവോ ഒന്നുമില്ലാതെ ഞാൻ ഷൂ അയച്ചു നോക്കുമ്പോൾ അതേസമയം ആ ചെരുപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാല് പൊട്ടി അന്ന് തന്നെ സർജറി ചെയ്യേണ്ടി വരികയായിരുന്നു. ഇത്രയും വലിയ സംരക്ഷണം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ എനിക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഒരു നറുക്കെടുപ്പുണ്ടായിരുന്നു. ആ നറുക്കെടുപ്പിൽ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നറുക്കെടുപ്പിൻ്റെ ദിവസമോ കാര്യമോ ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞു അവരെന്നോട് വിളിച്ചു പറഞ്ഞു, അതിൻ്റെ സെക്കൻഡ് പ്രൈസായ ആക്റ്റീവ നിങ്ങൾക്കാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ പരിഹസിച്ചു. എല്ലാവരും പറഞ്ഞു, ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും മാതാവ് എങ്ങനെയാണ് തരിക എന്ന്. അപ്പോൾ എനിക്ക് ഉറച്ച് വിശ്വസിച്ചു, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും മാതാവും ഈശോയും അറിയാതെ സംഭവിക്കില്ല എന്ന് ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീയാണ് എനിക്കത് തന്നതെങ്കിൽ ഒരു 7 എങ്കിലും ആ വണ്ടി നമ്പറിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഷോറൂമിലെ ആൾക്കാർ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ വണ്ടി നമ്പർ 7785, ഒരു 7 ചോദിച്ച സ്ഥലത്ത് 2 7ഉം 8 മാതാവിൻ്റെ ജന്മനക്ഷത്രം നമ്പറും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോൾ ലൈറ്റ് ബ്ലൂ കളറായിരുന്നു. അങ്ങനെ ഒരു മെറിറ്റും
മെറിറ്റുമില്ലാത്ത എനിക്ക്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, 4000 ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മെറിറ്റുമില്ലാത്ത എനിക്ക് ഈ ഒരു സമ്മാനം എനിക്ക് തന്നത് ഈശോയും മാതാവിന് 1000 നന്ദി. പിന്നെ ഈ കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി മാതാവിന് ഈ നിൽക്കുന്ന സിൽവർ ഗ്രേ മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാൻ ഒരു അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ പെട്ടെന്ന് അപ്രതീക്ഷിതമായി എൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കത് ഇവിടെ വരാൻ പറ്റില്ലല്ലോ, അമ്മയെ തൊടാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞ് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ സിൽവർ ഗ്രേ മാതാവിനെ ഞാൻ തൊട്ട്, എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, പക്ഷേ നീ എൻ്റെ വീട്ടിൽ വരണം എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ടെറസിൽ നിൽക്കുമ്പോൾ ഒരു തിളങ്ങുന്ന ഒരു കാശി രൂപം എൻ്റെ മേലേക്ക് വന്നു വീണു. എവിടുന്ന് ആരെറിഞ്ഞതെന്ന് അറിയില്ല. അതെൻ്റെ അമ്മ മാതാവ് എന്നെ കാണാൻ വന്നതാണെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഒരു 5-6 മാസം മുമ്പ് ഞാനിവിടെ വന്നു. ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാവർക്കും അറിയാലോ. അച്ഛൻ അൾത്താരയിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ മൊത്തം ആൾക്കൂട്ടമാണ്. ആ സമയത്ത് ഒരാൾ എന്നെ വിളിച്ച എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇതാ 4 തിരി നീ എടുത്തോ എന്ന് പറഞ്ഞു. ഇത്രയും തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിന്ന് 4 തിരി എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് മാതാവ് തന്നെ തന്ന സമ്മാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ പറമ്പിൽ ഒരു മുള്ളം പന്നിയുടെ ഒരു ശല്യമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ വൃക്ഷങ്ങളും എല്ലാം നശിപ്പിക്കുമായിരുന്നു. ഞാൻ ഈ വിശുദ്ധ ഉപ്പ് പറമ്പിൻ്റെ അതിരിൽ 4 ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇതുവരെ അതിനുശേഷം ഇന്ന് വരെ ആ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. അതിനും മാതാവിനും നന്ദി. അതുപോലെ തിരിയിൽ സുഗന്ധാഭിഷേകം എനിക്ക് പല രീതിയിലായിട്ട് പല സമയങ്ങളിലായിട്ട് എത്രയെന്ന് എനിക്ക് എണ്ണാൻ പറ്റില്ല, അത്രയും മാതാവിൻ്റെ സാന്നിധ്യം. എൻ്റെ വീട്ടിൽ മാതാവും ഈശോയും സ്ഥിരമായി ജീവിക്കുന്ന ആളാണ്. ഈ അൾത്താര പോലെ തന്നെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ പ്രാർത്ഥനാ സ്ഥലം. ഏത് ദിവസവും ഞാൻ തിരി കത്തിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ്, തിരുഹൃദയം, പൂവ്, കുരിശ്, ഈശോ, മാതാവ്, അങ്ങനെ പല രൂപങ്ങളായിട്ടും എനിക്ക് എൻ്റെ മാതാവിൻ്റെ സാന്നിധ്യം അന്ന് മുതൽ 3 വർഷമായി, അന്ന് മുതൽ ഇവിടുന്ന് കിട്ടിയ ദൈവാനുഭവം മുതൽ ഇവിടെ വരെ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇങ്ങനെ എന്നെ കൊണ്ടു നടക്കുകയാണ്. പിന്നെ ഒരു ദിവസം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ എൻ്റെ വീട്ടിലെ ഈശോയുടെ ഫോട്ടോയുടെ നെറ്റിയിൽ ഒരു എണ്ണ, ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ എൻ്റെ ഫോട്ടോയിൽ എൻ്റെ വീട്ടിലെ ഈശോയുടെ ഫോട്ടോയിൽ വന്ന എണ്ണയാണിത്. ഇത് കടുത്ത വേനലായിട്ടും 2 ആഴ്ച ഈ എണ്ണ ഈ ഫോട്ടോ തന്നെ തങ്ങി നിന്നു. ഇതിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അതുപോലെ ദുഃഖവെള്ളിയാഴ്ച 2025 ദുഃഖവെള്ളി ദിവസത്തിൻ്റെ സത്യം മനസ്സിലാക്കി വൈകിട്ട് 3 മണിക്ക് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ തിരിയിൽ മാതാവും തൻ്റെ മകൻ്റെ ശരീരം മടിയിൽ കിടത്തിയ മാതാവ് ഉയർന്നു വന്നു. ഇത് എൻ്റെ ഏറ്റവും വലിയൊരു സത്യമായിട്ട് ദുഃഖവെള്ളിൻ്റെ സത്യമായി ഞാനിവിടെ സാക്ഷ്യപ്പെടുന്നു. മാതാവിനെ, ഈശോയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്ന ഉടമ്പടി മാതാവ്, അത് വളരെ വ്യക്തമായ രീതിയിൽ മാതാവ് ഇരുന്ന് എന്നെ അനുഗ്രഹിക്കുന്നത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ 2024 പെസഹ വ്യാഴം ദിവസം ഞാൻ ഉച്ചയ്ക്ക് അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് 5 പാർസലായിരുന്നു വാങ്ങിയത്. ഞങ്ങൾ 5 ആളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പെസഹ വ്യാഴം എല്ലാവരും ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞാൻ മാത്രം ഭക്ഷണം കഴിച്ചില്ല. പെട്ടെന്ന് ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു 2 മണി നേരം. ആ സമയത്ത് ഒരു മെലിഞ്ഞ് വെളുത്ത് കഴുത്ത് വരെ ഒരു മുടിയുള്ള ഒരാൾ, മെലിഞ്ഞ് വെളുത്തൊരു ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനിയിപ്പം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീത്ത പറയുമല്ലോ, എനിക്ക് മാത്രമേ ഭക്ഷണമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൈ കിട്ടിയത് ഒരു 33 രൂപയാണ് എൻ്റെ കൈ കിട്ടിയത്. ഞാൻ ആ ആൾക്ക് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് എന്നെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ അനിയൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഇവിടെ ഇതുവരെ കൃപാസനത്തിൽ വന്നിട്ടില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് മാത്രമേ കാണാറുള്ളായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതാരാ വന്നു പോയെന്ന് ചേച്ചിക്ക് മനസ്സിലായോ? ഞാൻ ചാരാണ്, അത് ചേച്ചിയുടെ ഈശോയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കൊടുത്തത് 33 രൂപ. ഞാൻ ഒരു ആൾക്കാർക്ക് 33 രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല, 50ഓ 100ഓ അല്ലാതെ. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം, നീ എനിക്ക് 33 രൂപ തന്നില്ലേ? ഞാൻ 33ാമത്തെ വയസ്സിലാണ് ഞാൻ മരിച്ചത്. ആ ഒരു ഈശോയെ ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുന്നു. പെസഹ വ്യാഴം 2 മണിക്ക് എൻ്റെ വീട്ടിൽ വന്നത് എൻ്റെ ഈശോയാണെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ എൻ്റെ ഈശോയും മാതാവും എനിക്ക് തന്നു. ഇനി സ്വപ്ന ദർശനമായിട്ട് ഒരു ദിവസം ഞാൻ ഉറങ്ങുമ്പോൾ മാതാവ് തീ ഗോളത്തിൻ്റെ നടുവിൽ മാതാവ് ഇങ്ങനെ, കൃപാസന മാതാവ് ഇങ്ങനെ മുഖം മാത്രമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ എനിക്കത് കാണാൻ പറ്റുന്നില്ല. 1000 സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ മാതാവ് തേജസ്സോടുകൂടി നിൽക്കുന്നു. ആ ഒരു സ്വപ്ന ദർശനം എനിക്ക് കണ്ടായി. അതുപോലെ ഇവിടുത്തെ ജോസഫ് അച്ഛൻ ഒരു ദിവസം അൾത്താരയിൽ വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു മതത്തിൽപ്പെട്ട ആളാണ്. ഞാൻ ഈ കൃപാസനത്തിൽ എന്ന് വന്നു അന്ന് മനസ്സിലായി, ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥനയേ അല്ല. ഞാൻ ഇവിടെ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ദൈവത്തിനെ കണ്ടത്. ഇത്ര നല്ല രീതിയിൽ കരുതലായി നിൽക്കുന്ന മാതാവും ഒരു ഈശോയും. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ എൻ്റെ ബാഗിൽ ആദ്യം ഉണ്ടാവുക ഈശോയും മാതാവും
തിരിയുമാണ്. എല്ലാവരും എന്നെ കളിയാക്കും. ഞാൻ ഹോട്ടലിൽ മുറിയെടുത്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കുക ഒരു ടേബിൾ ഉണ്ടോ, ഈശോയെ മാതാവിനെ അവിടെ കൊണ്ടുവെക്കും. എല്ലാവരും ചോദിക്കും ഇവിടെയും കൊണ്ടുവന്നോ ഈശോയെ മാതാവിനെ. ഏത് സ്ഥലത്താണെങ്കിൽ, ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ ഞാൻ പ്രാർത്ഥിക്കും, വേറെ എവിടെയെങ്കിലും വേറെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും. ഒരു പ്രാർത്ഥന പോലും ഞാൻ മുടക്കാറില്ല. ഏറ്റവും കൂടുതലായിട്ട് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ വിശ്വസ്തയോടുകൂടി ദൈവത്തിനെ ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ ഇവിടെ നിന്നിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലും ആരും ഒന്നും വിഷമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് കാര്യങ്ങളൊക്കെ വൈകുക. കാരണം എന്താ വെച്ചാൽ ദൈവം നമ്മളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി, നമ്മളെ പെട്ടെന്നൊരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ദൈവത്തിനെ വിട്ടുപോകും. പക്ഷേ ദൈവം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കുറച്ച് സമയം നമുക്ക് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് വൈകുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കരുത്. ഞാൻ എത്രയോ കാലം ഞാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. ഞാൻ എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ഞാനിങ്ങനെ കൊതിയോടെ നിൽക്കും, മാതാവ് എനിക്ക് എപ്പോഴാണ്, പക്ഷേ ഇന്നാണ് അതിനുള്ള സമയമായത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡ്, ഹോസ്പിറ്റലുകൾ, ബസ് സ്റ്റാൻഡ്, ടൗണ്, വീടുകൾ, ബീച്ചുകൾ, എല്ലാ സ്ഥലത്തും പത്രങ്ങൾ കൊണ്ടുകൊടുക്കും. സാധാരണ രീതിയിലല്ല കൊണ്ടുകൊടുക്കുന്നത്. പറയും ഇത് ആലപ്പുഴ ഒരു പള്ളിയുണ്ട്, ഞങ്ങൾ ഹിന്ദുമത വിശ്വാസികളാണ്, ഞങ്ങൾ അവിടെ പോയിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി, ഇത്രയും കരുതുന്ന ഒരു അമ്മയും ഒരു ഈശോയും നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പത്രം വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഇത് വലിച്ചെറിയാനാണെങ്കിൽ വാങ്ങരുത്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഇത് വായിച്ച് പ്രാർത്ഥിക്കുക, പറ്റുമെങ്കിൽ അവിടെ പോയി ഉടമ്പടി എടുക്കണം. അങ്ങനെ ഓരോ പത്രങ്ങളും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് ഞങ്ങൾ കൊണ്ടുകൊടുക്കാറ്. അല്ലാതെ ഞങ്ങൾ വെറും രീതിയിൽ സാധാ പത്രം വിതരണം ചെയ്യുന്നത് പോലെ ചെയ്യാറില്ല. അതുപോലെ പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഓട്ടിസം ബാധിച്ച മക്കൾക്ക് ഭക്ഷണങ്ങൾ, അതുപോലെ തെരുവിൽ ഭക്ഷണം, സോഷ്യൽ മീഡിയയിൽ ആർക്കൊക്കെ പൈസകൾ വേണോ അസുഖമായിട്ട് അതൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ പാലിയേറ്റീവ് കെയറിൽ മാസങ്ങൾ തോറും കിറ്റുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റെ അടുത്ത് ആരൊക്കെ വരുന്നു അവർക്കൊക്കെ എന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ കൊടുക്കാറുണ്ട്. അതുപോലെ ഇനിയും എൻ്റെ മരണം വരെയും ഈ ഒരു വിശ്വാസത്തിൽ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഇതിലും വലിയൊരു സാക്ഷ്യവുമായി ഇനിയും ഈ അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ. ബൈബിൾ വായിക്കുക. വിശുദ്ധ ബൈബിൾ ഞാൻ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് വായിച്ചു. അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഒരു 30 പേജ് മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ ജപമാല ചൊല്ലും. ഡെയിലി ബ്രെഡ്, ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെയിലി ബ്രെഡ് ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ജോസഫ് അച്ഛനെ കണ്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കേടാണ്. എല്ലാ ദിവസവും ഞാൻ കൂടും. എവിടെയെങ്കിലും യാത്രയുണ്ടെങ്കിൽ അപ്പോഴും അച്ഛൻ്റെ ഒരു സംസാരം കേൾക്കാതെ ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കാറില്ല. അച്ഛനാണ് ആശ്വാസം. മറ്റുള്ളവർക്ക് പല ആൾക്കാർക്ക് ലഹരി വേറെ പലതുമാണെങ്കിൽ എനിക്ക് ലഹരി ഇവിടുത്തെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും ജോസഫ് അച്ഛൻ്റെ വാക്കുകളുമാണ്. അതുപോലെ ഇനിയും എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എൻ്റെ മരണം വരെ നിലനിർത്തണമെന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ അങ്ങ് അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കര എന്നോട് കൂടെ ഇരിക്കുകയും സകല വിപത്തുകൾ തന്നെ കാത്തുകൊള്ളണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു നിശ്ചയദാർഢ്യമായ ഒരു ആത്മീയ ബന്ധമാണ്. വിശ്വാസവും നന്ദിയും നിറഞ്ഞ ഒരു ബന്ധം. ദൈവം ചെയ്തതിനെ ഓർത്ത് ഇന്ന് സ്തുതിക്കുവാനും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ ബന്ധമാണ് ഉടമ്പടി. ഉടമ്പടിയിൽ നമ്മുടെ അനുഭവങ്ങൾ നാം മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. കൊച്ചു കാര്യങ്ങൾ ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സാക്ഷ്യമായി മാറുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് നിമ്മി എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയുമെന്ന വചനം ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഇന്ന് വരെ ഈശോയോടും അമ്മയോടും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മീയമായ ഒരു ഉടമ്പടി ബന്ധമാണ് ഈ മകൾക്കുള്ളത്. സാക്ഷ്യത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായിട്ട് പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന ദിവസം തന്നെ ഈ മകൾ കേട്ട ആ ശബ്ദം, യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്നുള്ള വചനം ഒരിക്കലും കേട്ടിട്ടില്ല. അതിനു മുൻപ് വന്നപാടെ ആ ശബ്ദം ഈ മകളുടെ ചെവിയിലേക്കാണ് വന്നത്. പിന്നീട് ഉടമ്പടി ധ്യാനം തുടങ്ങുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വന്ന് കയറിയതും യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ധ്യാനം തുടങ്ങുന്നതും. അന്ന് വന്നപ്പോൾ തന്നെ ഈ മകളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ദൈവാനുഭവമാണ് ഈശോയും അമ്മയും നൽകിയത്. പിന്നീടുള്ള ഉടമ്പടി ജീവിതമാണ്. ഈ മകളുടെ ശരീരത്ത്, അതായത് തൊണ്ടയിലൊരു തടിപ്പുണ്ടായിരുന്നു. അത് പോരുന്ന വഴിക്ക് തന്നെ പിന്നീട് കൃപാസനത്തിൽ വന്ന വഴിക്ക് പിന്നീട് ഒരു ദിവസം ഇവിടെ വന്ന വഴിക്കാണ്
ആ തടിപ്പ് വലുതാവുകയും ഈ മകൾക്കാകെ ഒരു ടെൻഷനാവുകയും ചെയ്തു. എന്തായിരിക്കും ഈ തടിപ്പ്, ഇതെന്താകാനാണ് സാധ്യത എന്നുള്ളൊരു ഭയം. പിന്നീട് ഡോക്ടറെ കാണാനായിട്ട് പോകാതെ തന്നെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മറ്റെന്തോ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ജോസഫ് അച്ഛനെ കാണാൻ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് അച്ഛനെ കണ്ട് സംസാരിക്കാൻ സാധിച്ചു. അങ്ങനെ അച്ഛൻ 2-3 പ്രാവശ്യം ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി എന്തോ ഇതിനൊരു പ്രത്യേകതയുണ്ടെന്ന്. അച്ഛനെ വീണ്ടും ഈശോയുടെ അമ്മയുടെ അടുത്ത് പോയി 2 പ്രാവശ്യം പോയപ്പോൾ ഈ മകൾ വീണ്ടും കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അച്ഛൻ്റെ വചനത്തിൽ കൂടെ തന്നെയാണ് ഒരു ഡോക്ടറെ കാണണമെന്നും, പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ 3 ആഴ്ചയോളം മരുന്ന് കഴിച്ചു, പക്ഷേങ്കിൽ യാതൊരു ഫലവും ഉണ്ടായില്ല. പിന്നീട് ആ മെഡിസിൻ എല്ലാം സ്റ്റോപ്പായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അച്ഛൻ്റെ തന്നെ വചനത്തിൽ നിന്ന് മനസ്സിലായത് എനിക്കൊരു വേറൊരു ഡോക്ടറെ കാണാൻ. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയപ്പോഴാണ് അൾട്രാസൗണ്ട് FNACM പറഞ്ഞത്. അങ്ങനെ വീണ്ടും ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് പിന്നീട് വന്നതെല്ലാം അൾട്രാസൗണ്ട് FNAC റിപ്പോർട്ടും എല്ലാം നെഗറ്റീവായിരുന്നു. ഈ മകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചത്, അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സൈൻ തരണം, ഒരു അടയാളം തരണം, അമ്മേൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഒരു ബ്ലൂ ഷർട്ട് എന്ന ആ വ്യക്തി ഇട്ടിരുന്ന ആ ഡ്രസ്സിൽ നിന്ന് മനസ്സിലായി അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന്. പിന്നീട് ഓരോ ദിവസങ്ങളും ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. വചനത്തിലൂടെ ഈശോയും അമ്മയും സംസാരിക്കുമായിരുന്നു. പ്രത്യേകിച്ചും യോനാ പ്രവാചകൻ്റെ ആ വചനങ്ങളെല്ലാം, അത് ആ ബൈബിളിലെ വചനങ്ങളെല്ലാം കേട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴെല്ലാം തനിക്ക് അനുയോജ്യമായ സാക്ഷ്യങ്ങൾ തമ്മെ ധൈര്യപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴും വചനങ്ങൾ കേട്ടപ്പോഴും ഒക്കെ ഒത്തിരി ശക്തി നൽകുന്നതായിരുന്നു. പിന്നീട് ആ റിപ്പോർട്ട് നെഗറ്റീവായി വന്നപ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. ഈശോയുടെയും അമ്മയുടെയും സാക്ഷ്യം പറയുവാനായിട്ടാണ്, അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുവാനായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. പിന്നീട് മകളെ പറ്റി പറഞ്ഞത് 8 വർഷത്തോളം ഉണ്ടായിരുന്ന ഹാബിറ്റാണ്. ആ ഹാബിറ്റും ഈശോയുടെയും അമ്മയോടും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഹാബിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ജപമാല റാലിയുടെ ദിവസമാണ്. ആ ദിവസത്തിന് ശേഷം ഒരിക്കലും ആ ഹാബിറ്റ് ഉണ്ടായിട്ടില്ല. അതും നല്ലൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മകളുടെ കാലിലുണ്ടായിരുന്ന ആ ചൊറിച്ചിലും ആ രോഗവും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുകയാണ്. പിന്നീട് ശ്വാസം മുട്ടലിനായിട്ട് ആൻറ്റിബയോട്ടിക് ഇൻഹേലറൊക്കെ സജസ്റ്റ് ചെയ്ത് ഡോക്ടേഴ്സ്, പക്ഷേങ്കിൽ അവിടെയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മാത്രമാണ് ഈ മക്കളുടെ എല്ലാ അസുഖങ്ങളും മാറ്റിക്കൊടുത്തത്. അതും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. അപകടത്തിൽ സംരക്ഷണങ്ങൾ, അതായത് അമ്മ തന്നെയാണ് പറയുന്നത്, എല്ലാ ദിവസവും സാധാരണ സാൻഡിൽ ഉപയോഗിച്ച് പോകാറുള്ള അന്ന് ഷൂസ് ഇട്ട് പോവുകയും ഉടമ്പടി മക്കൾ യാത്ര ചെയ്ത കാറായിരുന്നു അത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സംരക്ഷണമാണ് ഈ മക്കളുടെ ജീവിതത്തിലുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എവിടെ പോയാലും എന്തിനു പോയാലും ആ ഈശോയും അമ്മയും കൂടെയുണ്ട്. നമുക്കെപ്പോഴും നമ്മുടെ സംരക്ഷണത്തിനായി ആ കരുതലും സംരക്ഷണവും നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഈ മകൾക്ക് കിട്ടിയ എല്ലാ സൗഖ്യങ്ങളും രോഗസൗഖ്യങ്ങളെല്ലാം സങ്കീർത്തനം 30:2 പറയുന്നത് പോലെ, എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങേ നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടെ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് സങ്കീർത്തനം പറയുന്നത് പോലെ തന്നെ ഈ മകളും ഓരോ രോഗങ്ങളുടെ വരുമ്പോഴും ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമെല്ലാം ഈശോയുടെ അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ആണ്, ആ നിലവിളിയാണ് ഈശോ അമ്മയും കേൾക്കുന്നതും ഈ മക്കളുടെ കൂടെ നിന്ന് ഇവർക്ക് സൗഖ്യം നൽകുന്നതും എല്ലാം സംരക്ഷണം നൽകുന്നതും. പിന്നീടുണ്ടായിരുന്നത് ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന നറുക്കെടുപ്പാണ്. അതും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പലരും പല രീതിയിലുള്ള ഒപ്പീനിയൻ പറഞ്ഞെങ്കിലും ഈ മകൾ അതും വിശ്വസിച്ചത് ഈശോയുടെ അമ്മയുടെയും കൃപയിലാണ് എനിക്കത് കിട്ടിയെന്നാണ്. കാരണം 4000 പേര് ഉണ്ടായിരുന്ന ഒരു നറുക്കെടുപ്പാണ്. അതിൽ സെക്കൻഡ് പ്രൈസ് ഈ മകൾക്ക് കിട്ടിയപ്പോഴും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആക്ടിവ കിട്ടുമെന്നോ സെക്കൻഡ് പ്രൈസ് കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല. ആ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എമൗണ്ട് കൊടുത്തു, പക്ഷെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനകത്തുള്ളതാണ്. പക്ഷെങ്കിൽ അവിടെ ഈ മകൾ പ്രാർത്ഥിച്ചത്, ഇത് അമ്മ തന്നാണെങ്കിൽ അമ്മ എനിക്കൊരു സൈൻ നൽകി ആ നമ്പർ പ്ലേറ്റിനകത്ത് 7 എന്നൊരു നമ്പർ കാണിക്കണമെന്നാണ്. 1 7 അല്ല 2 7 കൊടുത്താണ് 7785 എന്ന നമ്പർ കൊടുക്കുകയും നീ ബ്ലൂ കളറിൻ്റെ ഒരു ആക്റ്റീവ കൊടുത്ത് ഈ മകളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അത് ഈ മകൾ പറയുന്നത്, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയാലാണ്. കാരണം 4000 പേരിൽ എന്നെ സെലക്ട് ചെയ്തെങ്കിൽ എല്ലാവരും മെറിറ്റ് ഉള്ളവരാണ്. പക്ഷേ എൻ്റെ പേര് രണ്ടാമത്തെ പ്രൈസായിട്ട് സെലക്ട് ചെയ്തെങ്കിൽ ആ ക്ഷേത്രത്തിൽ അവരെല്ലാവരും വന്ന് 4000 പേരുണ്ടായിരുന്നു. പക്ഷേ എന്നെ സെലക്ട് ചെയ്തെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഈ മകളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. സുഗന്ധാഭിഷേകത്തിലൂടെയും തിരിയിൽ കൂടെ രാവിലത്തെ നീല തിരിയിലും വൈകുന്നേരത്തെ പച്ച തിരിയിലും തിരുഹൃദയത്തിൻ്റെ രൂപത്തിലും പൂവിൻ്റെ രൂപത്തിലും കുരിശിൻ്റെ രൂപത്തിലും വാഗ്ദാന പേടകത്തുമായിട്ടും മാതാവിൻ്റെ രൂപത്തിലും പ്രാവിൻ്റെ രൂപത്തിലും ഒക്കെ ഈ മകൾക്ക് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അമ്മായി ഈശോയും കൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സ്വപ്നത്തിൽ മാതാവ് തീകോളത്തിലാണ് വരുന്നതായിട്ടും ജോസഫ് അച്ഛനെയൊക്കെ കാണുന്നെങ്കിൽ ഈ മകൾ എത്രയോ
ക്ലോസ് ആയിട്ടാണ്, എത്രയോ അടുപ്പമാണ് ഈശോയുടെ അമ്മയോടും. അതുകൊണ്ട് തന്നെയാണ് പെസാ ദിവസം പോലും ഒരു വിസിറ്ററായിട്ട് വന്ന അതിഥിയെ ഈ മകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും സഹോദരന്, വിശ്വാസമില്ലാത്തൊരു സഹോദരൻ ഈശോയല്ലേ വന്നിട്ട് പോയതെന്ന് തിരിച്ചറിയുകയും ഒരിക്കലും കൊടുക്കാതെ 33 രൂപ കൊടുത്ത് ആ സഹോദരനെ വിടുകയും ചെയ്ത് അന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ വന്നിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മകൾക്ക് മനസ്സിലായത് അത് ഈശോ തന്നെ ആയിരുന്നല്ലോ എന്ന്. ദുഃഖവെള്ളിയാഴ്ചയെയും ഈശോയുടെ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഈശോയാണ് ഈ മകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ആ സാന്നിധ്യം നമ്മുടെ കൂടത്ത് എപ്പോഴും ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഉടനീളം അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയുക രക്ഷയുള്ളൂ. കാരണം ഓരോ കാര്യവും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഈശോയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മെ താങ്ങി നിർത്തുന്ന, നമ്മെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിൽക്കുന്ന, കുടുംബ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും കാനായിലെ വിവാഹബന്ധത്തിൽ കൂടെ നിന്ന ആ അമ്മ തന്നെയാണ് ഇന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ കരം പിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുമെന്ന സങ്കീർത്തനം ഇന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഭക്തരുടെ മുമ്പിൽ പ്രകീർത്തിക്കുന്ന ഈ സാക്ഷ്യം ഈശോയ്ക്കും അമ്മയ്ക്കും സമർപ്പിക്കുകയാണ്. കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ്. അക്രൈസ്തവയായ ഈ മകൾ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം കൂടുതൽ ഭക്തിയോടെ, തീഷ്ണതയോടെ നയിക്കുന്ന ഒരു മകളാണ് നിമി. ഈ മകളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, ഭക്തിയോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മളുടെ ജീവിതത്തിലും ഈ വചനം സാക്ഷാത്കരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ അങ്ങയുടെ നാമം പ്രകീർത്തിക്കാനുള്ള, മഹത്വപ്പെടുത്താനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിമ്മിക്കും കുടുംബത്തിൽ അത് തന്നെയുമല്ല നിമ്മി പറഞ്ഞത്, പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും ആത്മീയ ജീവിതവും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഏത് സ്ഥലത്ത് പോകാനും ഏത് ബീച്ചിൽ പോയാലും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെ വളരെ കറേജിയസ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിക്കാനുള്ള കഴിവ് നിമ്മിക്ക് കൊടുത്തു. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനം, അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികളെ നോക്കാനും അനാഥാലയത്തിൽ പോകുവാനും പാലിറ്റീവ് കെയർ സെൻറ്ററിൽ പോയി കാരുണ്യ പ്രവർത്തനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും വലിയ ഒരു ആത്മീയതയിൽ നല്ല ആഴമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യവും ഈശോയും അമ്മയും ഏറ്റെടുത്ത് ചെയ്യുന്നത്. കുർബാനയ്ക്ക് പോകുവാനും പ്രാർത്ഥനയ്ക്ക് എല്ലാ പ്രാർത്ഥനയും ജപമാല ചെല്ലാനും ബൈബിൾ വായിക്കാനും ഒക്കെ ജപമാല പഠിക്കുകയാണ്, യൂട്യൂബിൽ നിന്ന് പഠിച്ച് ചെല്ലുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഈശോ അമ്മയെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.